Hello, this is Soily here and welcome back to our channel. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. ഇന്നത്തെ വീഡിയോ എന്തായാലും മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരം കുറേ ആൾക്കാരുണ്ടല്ലേ. മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയത് കാരണം, ഭയങ്കര ഫ്രിസി ആയത് കാരണമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണത്തില്ല. മുടി നല്ല എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പെട്ടെന്ന് മുടി പൊട്ടിപ്പോകും, പെട്ടെന്ന് സ്പ്ലിറ്റൻസ് വരും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് കാരണം നമുക്ക് എപ്പോഴും മുടി വെട്ടിക്കൊടുക്കേണ്ട ഒരു പ്രശ്നം വരാറുണ്ട്. അങ്ങനെ എന്നും മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ മുടിയുടെ ലെങ്ത് ഒരിക്കലും വയ്ക്കത്തുമില്ല, മുടി പെട്ടെന്ന് വളരത്തുമില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഒരു വലിയ സൊല്യൂഷനാണ് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. ഇതെന്തായാലും ഞാൻ ആ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ്. എണ്ണ ഒന്നും ഇടാതെയാണ് ഞാൻ ആ ഹെയർ പാക്ക് ഇട്ടത്. മുടി പറന്നടിച്ചല്ലോ കിടക്കുന്നത്, നല്ല എണ്ണയിട്ട മാതിരി ഒതുങ്ങിയല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു നറിഷ്മെൻറ്റും നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ്. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് മുടി സ്പീഡായിട്ട് വളരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേറൊരു പാക്ക് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്. ഇപ്പോഴും എനിക്ക് അത് ഒരുപാട് പേര് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു വെറൈറ്റി പാക്കാണ് ഇതെന്നേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കുമാണിത്. ഞാൻ ഒരുപാട് പാക്കുകൾ കാണിക്കാറുണ്ടെങ്കിലും ഞാൻ റിപ്പീറ്റായിട്ട് ഒരുപാട് വട്ടം യൂസ് ചെയ്യുന്ന ഈ ഒരു ഹെയർ പാക്കാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴും ഒരേ ഹെയർ പാക്ക് ഇട്ടുകൊണ്ടേ ഇരിക്കാൻ പാടില്ല, മാറ്റി മാറ്റി ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ മുടിയിൽ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേനും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പാക്കുകളൊന്നും എഫക്റ്റ് ആവാതാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹെയർ പാക്ക് ഇങ്ങനെ മാറ്റി മാറ്റി തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മാസത്തിൽ ഒരു 4-5 വട്ടമൊക്കെ ഞാൻ എന്തായാലും യൂസ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള പാക്കുകൾ റൊട്ടീൻ അനുസരിച്ചിട്ട് മാറി മാറി അങ്ങനെ യൂസ് ചെയ്യും. അതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ മുടി പെട്ടെന്ന് സ്പീഡിന് വളരുന്നത്. ഞാൻ ഇതിന് മുന്നേ പല വീഡിയോസിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ മുടി ഒട്ടും പെട്ടെന്ന് സ്പീഡിന് വളരാത്ത മുടിയാണെന്ന്. പക്ഷേ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുടി നല്ല സ്പീഡിന് വളരാൻ വേണ്ടി തുടങ്ങിയത് തന്നെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, മുടി ഇത്രയും വളരാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു റിസൾട്ട് കിട്ടാനായിട്ട് എത്ര ടൈം എടുക്കുമെന്ന് വെച്ചാൽ, നമ്മളെ മുടി ഇപ്പോൾ നമ്മൾ ഹെയർ പാക്ക് ഇടുമ്പോൾ നമുക്ക് ആദ്യം ബേബി ഹെയർസ് ആയിരിക്കും വന്ന് തുടങ്ങുന്നത്. ഹെയർ ഫോളൊക്കെ സ്റ്റോപ്പ് ആകുന്നത് തന്നെ വലിയൊരു സൈനാണ്. ഹെയർ ഫോൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. കാരണം പിന്നെ തലേന്ന് മുടിയൊന്നും പോകുന്നില്ലല്ലോ, ഉള്ള മുടി അവിടെ തന്നെ കാണുമല്ലോ. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് മാത്രമേ ബേബി ഹെയർസ് വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാവുള്ളൂ. ആദ്യത്തേത് എപ്പോഴും ഹെയർ ഫോൾ മാറ്റുക എന്നുള്ളതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഉള്ള മുടിയൊക്കെ തലയിൽ ഇരുന്നാലേ മുടി വോളിയം വെക്കത്തുള്ളൂ. നമ്മൾ മുടി വളരും തോറും ഉള്ളതെല്ലാം കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ വോളിയം വെക്കത്തില്ലല്ലോ. ഈ പറയുന്ന പോലെ ബേബി ഹെയർസ് ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേനും തന്നെ ഒരു മാസമൊക്കെ പിടിക്കും. പിന്നെ ഈ ഇത്രയുള്ള ബേബി ഹെയർസ് ഇവിടം വരെ പൊടിച്ചിറങ്ങിയാലേ നമ്മുടെ മുടി നല്ല വോളിയം ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഓൾറെഡി ഇതുവരെ ഒരു നല്ല തിക്നെസ് ഉണ്ട്, ഇങ്ങോട്ട് കോഴിപാലാണ്, മുടിയെല്ലാം ഒരേപോലെ തിക്നെസ് അല്ല എന്നുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മുടി ഇവിടം വരെ എത്താൻ ഇതിൻ്റെതായ സമയം എടുക്കും. നിങ്ങൾ ആപ്പാടെ ഹെയർ കെയർ തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഹെയർ ഫാൾ മാറുന്നുണ്ടോ, ബേബി ഹെയർസ് വരുന്നുണ്ടോ. ഇത് രണ്ടും വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെയർ കെയർ സക്സസ് ആണ്. കാരണം പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മുടി നന്നായിട്ട് വോളിയം വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം എന്തായാലും നിങ്ങളെ മുടി ഈ തുമ്പിലോട്ടൊക്കെ നൂല് പോലെ കിടക്കുകയാണ്, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടം വരെയൊക്കെ നല്ല തിക്നെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുടി ആദ്യം വളർത്തിയെടുക്കുക. വളരുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ നൂല് പോലെ കിടക്കുന്ന ഭാഗം, അതായത് ഇപ്പം ഇത്രയാണ് നൂല് പോലെ കിടക്കുന്നതെന്ന് വെച്ചോ, നൂല് പോലെ കിടക്കുന്ന ഭാഗം മാത്രം മാസത്തിലൊരിക്കൽ ചെറുതായിട്ട് 1 മാസത്തിലൊരിക്കൽ ഇത്ര വെച്ചങ്ങ് വെട്ടിക്കളയുക. പക്ഷെ അപ്പോഴത്തേനും നമ്മൾ വളരുന്ന മുടി എഫക്റ്റ് ആവില്ല. കാരണം വളരുന്ന ഇവിടെ നിന്നല്ലേ മുടി വളർന്നു തുടങ്ങുന്നത്. വെട്ടി കഴിയുമ്പോഴത്തേനും മുടിയുടെ ലെങ്ത് കുറയും. പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോഴത്തേനും എല്ലാം കൂടെ ഒരേ വോളിയമുള്ള, ഒരേ ലെവലിനുള്ള മുടിയായിരിക്കും. കാണാനും നല്ല ഭംഗിയായിരിക്കും അങ്ങനെ മുടി കിടക്കുന്നത്. ലെങ്ത് ഒന്നും നിങ്ങൾ ഇപ്പോഴേ നോക്കണ്ട. ലെങ്തൊക്കെ വയ്ക്കാനും ഒക്കെ ഒരുപാട് സമയം എടുക്കും. ആദ്യം മുടിയുടെ ഹെൽത്ത്, മുടി കാണാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലെങ്ത് അതങ്ങ് വച്ചോളും. മറ്റൊന്നുള്ളവർ മാത്രം ഇത് ചെയ്യാൻ നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. മുടിയുടെ ലെങ്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും മുടി ഇവിടെ ഞാൻ വളർന്നു തുടങ്ങുള്ളൂ, അത് ഇവിടം വരെ എത്താൻ എന്തായാലും ഒരു സമയം എടുക്കും. ഇവിടുത്തെ മുടി ഇവിടം വരെ എത്തുമ്പോഴത്തേനും നിങ്ങളെ കോഴിമാല പോലെയുള്ള മുടി താഴോട്ട് എത്തിക്കാണും. അപ്പോൾ എന്തായാലും ഒരിക്കലും ഒരേപോലത്തെ ലെവലിന് നിങ്ങൾക്ക് തിക്നെസ് കിട്ടാൻ പോകില്ല. ഏതെങ്കിലും ഒരു സമയം എത്തുമ്പോഴത്തേനും നിങ്ങൾ മൊത്തത്തിൽ നല്ല ലെങ്തിന് വെട്ടേണ്ടി വരും, ഒരേപോലത്തെ വോളിയം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മാസം തോറും 1 ഇഞ്ച് വെച്ച് വെട്ടുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വിഷമം കുറഞ്ഞിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്തായാലും അങ്ങനെയാണ് ട്രൈ ചെയ്തത്. എനിക്കങ്ങനെ വാല് പോലത്തെ അങ്ങനത്തെ പ്രശ്നമല്ലായിരുന്നു. ഫുൾ ഡ്രൈ ഫ്രിസി ഹെയർ ആയിരുന്നു, ഡാമേജ്ഡ് ആയി പോയതുകൊണ്ട് ഞാൻ ഏറെക്കുറെ ഇത്ര ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ എന്തായാലും അത്യാവശ്യം കുറച്ച് ലെങ്ത് വെച്ച്, പണ്ടത്തെ അത്രയും വെച്ചില്ല എങ്കിൽ പോലും നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്, ഇത്രയും വെച്ചിട്ടുണ്ട്.
ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കാതെ ഇന്നത്തെ പാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനോ എന്തിനെങ്കിലും പോകണമെങ്കിൽ തലേന്ന് പെരത്താനുള്ള പാക്കല്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ പിറ്റേന്ന് നമ്മളെ മുടി ഇത്തിരി പറന്ന് ഷാമ്പു തേച്ച് എഫക്റ്റിന് കിടക്കുന്നതായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം. മിക്കുള്ളൊരു ഷാമ്പു തന്നെയായിരിക്കും ഉപയോഗിക്കുക. പക്ഷേ ചിലവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ഫംഗ്ഷൻ്റെ തലേ ദിവസം ഇടാൻ പറ്റിയ ഹെയർ പാക്ക് പറയുമെന്ന്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായാലും അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റിയൊരു ഹെയർ പാക്ക് അല്ല ഇത്. പക്ഷേ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയി അല്ലെങ്കിൽ മുടിയൊക്കെ പിരുത്തിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി മുടി ആകെപ്പാടെ ജട പിടിച്ച് അതിൻ്റെ ജീവനൊക്കെ പോയി ഭയങ്കര ഫ്രിസി ആയിട്ട് ഒരുമാതിരി ഉടക്കൊക്കെ പിടിച്ച് ഭയങ്കര മോശമായിട്ട് ഇരിക്കുകയാണ്, തൊടാൻ പോലും അതിൻ്റെ തൊട്ട് വിരൽ അറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മുടിയിൽ ഇടാൻ പറ്റിയ ഒരു പാക്കാണ്. അതായത് നിങ്ങൾ കറങ്ങാൻ പോയി അന്ന് വൈകിട്ട് വന്നോ അല്ലെങ്കിൽ പിറ്റേന്നോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്കാണിത്. എന്തായാലും കറങ്ങാൻ പോയിട്ട് മുടിയൊക്കെ അവസ്ഥപ്പെട്ടിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, ഉടനെ ചെയ്യണം. പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അങ്ങനെ ചെയ്യണം. എന്നാലും മുടി അടിപൊളിയായിട്ട് നമുക്ക് ഡാമേജ് ഫ്രീ ആയിട്ടിരിക്കും. ഞാൻ എന്തായാലും 2 ദിവസം മുന്നേ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സമയത്ത് മുടി പിരുത്തിട്ടിട്ടാണ്, ഇതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ആ സമയത്ത് മുടി പിരുത്തിട്ടാണ് പോയത്. മുടിയുടെ തുമ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ട് ഇരിക്കുമായിരുന്നു. ഒരു രക്ഷയില്ലാതെ ഞാൻ വിചാരിച്ചു നന്നായിട്ട് വെട്ടിക്കളഞ്ഞാലോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ വിചാരിച്ച ഈ പാക്ക് ഇടാം എന്ന് വിചാരിച്ചത്. ഈ പാക്ക് ഇടാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പാക്ക് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം. എന്തായാലും അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. ഒരു കാര്യമുണ്ട്, എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആഡ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്താണോ അതൊക്കെ മാത്രം ഇട്ടാൽ മതി. പിന്നെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏറെക്കുറെ ഒരാഴ്ച ആയല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എനിക്ക് ഇത്രയും നാളും ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഭയങ്കരമായിട്ടുള്ള ജലദോഷമൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ തൊണ്ട ഊരലും മണ്ടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ വരുന്നു അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലവരെന്തോ ചോദിച്ചിട്ടുണ്ട് പനിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹെയർ പാക്ക് ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇടരുത്. ഞാൻ ഇടണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചാലഞ്ച് ചെയ്യുവാണല്ലോ, അപ്പം നിങ്ങൾക്ക് ലാഗ് വരരുത് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഒരു ലാഗ് വരാതെ എനിക്ക് അസുഖം വന്നിട്ടും ഞാൻ ഹെയർ പാക്കൊക്കെ ഇട്ടത്. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ജലദോഷം വന്നിട്ടും ഞാൻ ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജലദോഷമാണ്, എന്നിട്ട് ഞാൻ ഹെയർ പാക്ക് ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്തത് വലിയൊരു അബദ്ധമായിപ്പോയി. ഇതിന് മുന്നേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ജലദോഷം നന്നായിട്ട് കുറയാതെ വീണ്ടും ഹെയർ പാക്ക് ഇട്ടപ്പോഴാണ് എനിക്ക് ഒട്ടും ശരിയാവാത്ത രീതിയിൽ, പെട്ടെന്ന് മാറാത്ത രീതിയിൽ ജലദോഷം കൂടിയത്. അതുകൊണ്ട് ആരും പനിയും ജലദോഷവും പിടിച്ചിരിക്കുന്ന സമയത്തൊന്നും ഹെയർ പാക്ക് ഇടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ നിങ്ങളും കൂടെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് ഇടുന്നത്. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ചിലവർ ചോദിക്കാറുണ്ട് മഴയാകുമ്പോഴത്തേനൊക്കെ ഹെയർ പാക്ക് ഇടണമെന്ന്. വേണ്ട, കോരിച്ചൊരിയുന്ന മഴയാണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഴയാണ്. സാഹചര്യങ്ങളിലൊന്നും നിങ്ങൾ മുടിയിൽ ഒന്നും ഒരു ഹെയർ പാക്ക് ഇടേണ്ട ആവശ്യമില്ല. ഹെയർ പാക്ക് എന്ന് വെച്ചാൽ നല്ല നനവും തണുപ്പും ഒക്കെ ഉള്ള സാധനമല്ല, അത് മുടി കൊവിർക്കും. നമ്മൾ മുടിയിൽ കുറേ നേരം ഇട്ട് വെച്ചിരിക്കുമ്പോൾ മുടി കൊവിരുന്ന കണക്കാവും. അപ്പം തലേന്ന് പെട്ടെന്ന് ഊർന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളെ അറ്റ്മോസ്ഫിയർ എന്താണോ അത് നമ്മളെ ഹെയറിനെ അഫക്റ്റ് ചെയ്യും. ഈ മൺസൂൺ സമയത്ത്, മഴ സമയത്തൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ക്ലൈമറ്റ് നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ഒരുപാട് മുടി കൊഴിച്ചില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ എക്സ്ട്രാ തണുപ്പും വെള്ളം പോലത്തെ സാധനമൊക്കെ തലയിൽ ഇട്ടിരുന്നാൽ നമ്മുടെ ഹെൽത്തിനും നല്ലതല്ല. നമ്മുടെ മുടി പെട്ടെന്ന് ചീത്താവുകയും ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും കാണിക്കണ്ട. ഒരാഴ്ച ഫുൾ മഴയാണ്, ഭയങ്കര മൺസൂൺ സീസണാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഹെയർ കെയർ റൊട്ടീൻ എന്താണോ അതിൽ നിന്ന് കുറച്ച് മാത്രം, ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഒരാഴ്ച 3 പാക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച മുഴുവൻ മഴയാണെങ്കിൽ 1 പാക്ക് ഇട്ടാൽ മതി. അങ്ങനെയൊക്കെ നല്ല അളവിന് കുറച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതിശക്തമായ മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഭയങ്കര തണുപ്പാണെങ്കിൽ നിങ്ങൾ മാസ്കേ ഇടേണ്ട ആവശ്യമില്ല. എണ്ണയൊക്കെ ഹെയർ ഓയിൽസ് ഉണ്ടല്ലോ അതിലൊക്കെ ഒരുപാട് ട്രൈ ചെയ്ത് ഹെയർ മസാജും ചെയ്താൽ മതി. പിന്നെ ഹെയർ മസാജ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹെയർ ഫോൾ ഉള്ള ആൾക്കാർക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഏത് മാസ്ക് ഇട്ടാലും ശരി തന്നെ, ഹെയർ മസാജ് ചെയ്താലും ശരി തന്നെ, നിങ്ങൾ എന്തെങ്കിലും ഇടുമ്പോൾ നിങ്ങൾക്കുള്ള ഹെയർ ഫോളിൽ നിന്നും കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അത് ഇടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കത് പിടിക്കുന്നില്ല, ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് പിടിക്കുന്നില്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡിൽ എന്തോ കുഴപ്പമുണ്ട്, എന്തെങ്കിലും തെറ്റുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി കുറേ മെത്തേഡ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതുവഴിയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല, പിന്നെ മുടി കൊഴിച്ചിലാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഹെയർ പാക്ക് സ്റ്റോപ്പ് ചെയ്യുക, വേറെ ഹെയർ പാക്ക്
ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹെയർ മസാജ് 1 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 2 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി. ഈ 2 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ എന്തായാലും ഇൻവേർഷൻ മെത്തേഡ് ഉറപ്പായിട്ടും ചെയ്തേക്കണം. ഹെയർ മസാജ് ചെയ്യുമ്പോൾ ഹെയർ ഫോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഹെയർ മസാജ് ചെയ്യാതിരിക്കരുത്. കാരണം നമ്മളിപ്പോൾ മാസ്ക് ഇടുന്നതിലും എണ്ണ തേക്കുന്നതിലും ഒക്കെ ഇരട്ടി എഫക്റ്റീവാണ് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും എഫക്റ്റീവാണ്, ഭയങ്കര ഈസി മെത്തേഡുമാണ്. പക്ഷെ നമ്മൾ ഡെയിലി അതിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തണം എന്നുള്ളത് മാത്രം. ഉറങ്ങുന്നതിന് മുന്നേ ചെയ്താലും മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുടിയിലിട്ട് ഒരയ്ക്കല്ല വേണ്ടത്, കൈ ഉള്ളിലോട്ടിട്ടിട്ട് സ്കാൽപ്പ് കുലുങ്ങണം, അങ്ങനെ വേണം. അതായത് നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ അനങ്ങുന്നത് നമുക്ക് കാണണം, അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ബാക്കിൽ നിന്ന് കൈ കൊണ്ടുവന്ന് ഫ്രണ്ടിലോട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ഹെയർ മസാജിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഒട്ടും ഹെയർ ഫാളില്ല, ഒരു ആവറേജ് ഹെയർ ഫാളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 10 മിനിറ്റ് കൃത്യമായിട്ടും ചെയ്തിരിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസ്കും അരിക്കാതെയാണ് കാണിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഇട്ട് ശീലമുള്ളതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ കാണിക്കുന്ന ഏത് മാസ്ക് ആണെങ്കിലും നിങ്ങൾക്ക് അരിച്ചിട്ട് ഉപയോഗിക്കാം. അതിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അരിച്ചിട്ട് തന്നെ ഉപയോഗിക്കണം. കാരണം കട്ടിയുള്ള സാധനങ്ങൾ നിങ്ങൾ മുടിയിൽ ഇട്ടിരുന്നാൽ കഴുകി കളയാൻ നേരത്ത് ഒരുപാട് മുടി എക്സ്ട്രാ കൊഴിയും. ഇത്രയും കാര്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ഒരുപാട് പേര് കമൻസിൽ ഇങ്ങനെ ഡൗട്ടായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ഇടയിൽ തന്നെ ഇത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഹെയർ പാക്ക് എന്താണെന്ന് കാണിച്ചു തരാവേ. ഇന്നത്തെ പാക്കിന് നമുക്ക് വേണ്ടത് ഉലുവയും കരിഞ്ജീരകവും ഒരേ അളവിന് തന്നെ നമ്മൾ എടുക്കണം. എന്നിട്ട് അത് കൊവരാനൊന്നും വയ്ക്കണ്ട, പകരം നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഇതുപോലെ പെരുത്ത് വരും, ഇങ്ങനെ നല്ല വീർത്ത് വരും. തലേ ദിവസം കൊവരാൻ വെക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിഞ്ജീരകം തലേ ദിവസം വെച്ചാൽ അതിൻ്റെ സത്തൊന്നും ഇറങ്ങി വരത്തില്ല, വെള്ളത്തിലൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം എന്ന് പറയുന്നത്. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ. അത് അവരവരെ മുടിയുടെ ആ ലെങ്തിനനുസരിച്ച് എടുക്കണം. ഞാൻ ഏകദേശം ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഉലുവയും കരിഞ്ജീരകവും ഇടുക. പിന്നെ ഞാനൊരു 2 ഇല തുളസി ഇടുന്നുണ്ട്. ഈ മഴ സമയത്ത് പനി പിടിക്കാതിരിക്കാനും ജലദോഷത്തിന് പ്രശ്നങ്ങളൊക്കെ മാറാനും തുളസി വളരെ നല്ലതാണ്. മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും തുളസി നല്ലതാണ്. ഇതെല്ലാം കൂടെ അടിച്ചെടുത്ത് വരുമ്പോൾ ഈ ഒരു ചമ്മന്തി പോലത്തെ പരുവത്തിനിരിക്കും. ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഇത് നന്നായിട്ട് അരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ക്രീം പരുവത്തിന് കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കണം, എന്നാലേ മുടിയിൽ ഫുള്ളി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് എടുത്തിട്ട് ഓരോ സെക്ഷനിലും പുരട്ടുക. എന്നിട്ട് ആ പുരട്ടുന്ന സെക്ഷനിൽ ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് മുടിയുടെ തുമ്പിൽ നന്നായിട്ട് പുരട്ടിയിരിക്കണം. താഴത്തെ തുമ്പിലും നടുക്കത്തെ ഭാഗത്തും ഒക്കെ നന്നായിട്ട് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യണം. അപ്പോഴും ഓർക്കുക, നമ്മുടെ തുമ്പിലെ ഡാമേജ് സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊക്കെ മാറ്റാനും കൂടെയാണ് നമ്മൾ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ തുമ്പിൽ നന്നായിട്ട് പുരട്ടണം. അതുകൊണ്ട് തന്നെ ആ ഒരു അളവിന് തന്നെ നമ്മൾ സാധനങ്ങളും എടുത്തു വെച്ചേക്കണം. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഏകദേശം 1 മണിക്കൂറാണ് തലയിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഹെയർ പാക്ക് കിട്ടുന്ന നല്ല ശീലമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ഇത് തലയിൽ വയ്ക്കാം. ഇല്ല ഹെയർ പാക്കിലൊക്കെ വളരെ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി, ഇല്ലെങ്കിൽ നീർത്താഴ്ച വരും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കണേ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.